ടി ജി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, കുറച്ചുനാൾ EVM-നെ കുറ്റം പറഞ്ഞു. ഇപ്പോൾ വോട്ടിലാണ് പ്രശ്നം. അങ്ങനെ സത്യവാങ്മൂലമൊന്നും കൊടുക്കാതെ ബീഹാറിൽ യാത്ര നടത്തുകയാണ് ശ്രീ രാഹുൽ ഗാന്ധി. അല്ല, ഇതിപ്പോൾ എന്താ എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി ആ പത്രസമ്മേളനം നടത്തിയത് CSDS എന്ന സ്ഥാപനം, സെൻറ്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ്, CSDS, പഴയൊരു സ്ഥാപനമാണ്. രജനി കൊത്താരിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരു ക്രെഡിബിലിറ്റി ഉള്ളവരാണ് അവരുടെ തിരഞ്ഞെടുപ്പ് അനാലിസിസൊക്കെ. അപ്പോൾ അവരുടെ ഫിഗേഴ്സ് എടുത്തിട്ടാണ് ഇങ്ങനെ പത്രസമ്മേളനം നടത്തിയത്. അവരിപ്പോൾ പറയുന്നു ഞങ്ങളുടെ ഫിഗേഴ്സ് തെറ്റിപ്പോയതാണ്, വി അപ്പോളജൈസ്. അങ്ങനെ തന്നെ ട്വീറ്റ് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങളിട്ട ട്വീറ്റെല്ലാം ഞങ്ങൾ പിൻവലിച്ചു, ഡിലീറ്റ് ചെയ്തു, ബിക്കോസ് ഇറ്റ് വാസ് റോങ് ഡാറ്റ. അവർ പറയുന്നത് ഒരു ഈ നമ്മൾ റോയും കോളവും ഉണ്ടല്ലോ ഒരു ഡാറ്റയിൽ. അപ്പോൾ അവർക്ക് ഈ റോയിൽ ഒരു തെറ്റ് പറ്റി. ഇങ്ങേറ്റത്തുനിന്ന് അങ്ങേറ്റത്തും വരെ ഒരേ വരിയിൽ ഇങ്ങനെ നോക്കണമല്ലോ. അങ്ങനെ കമ്പാരിസണിൽ എവിടെയോ അവർ അടുത്ത റോയിലേക്ക് ചാടിപ്പോയി. അപ്പോൾ അബ്സേർഡ് റിസൾട്ട് വന്നു. ഇതാണ് സംഭവിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അവരെ ഒരുപാട് വിമർശന സംഗതിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡാറ്റ അവരുടെ മാത്രമല്ലല്ലോ, ബാക്കിയുള്ള ഒരുപാട് പേരുടെയിലുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെങ്ങനെ ഇത് ചെയ്തു? ഞങ്ങളുടെയിലും ഉണ്ട് ഫിഗർ, ഒരേ ഫിഗറാണ്, ഒരേ ഫിഗർ വെച്ച് 2 റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ CSDSകാർ അവർ ഈ സ്വതന്ത്രമായ റിസർച്ച് അവർ ശരിയാണല്ലോ, ഇതിങ്ങനെ വരാൻ പാടില്ല, നോക്കാമെന്ന് പറഞ്ഞാൽ അവർ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് തെറ്റുപറ്റി. അവർ കൂളായിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും? അങ്ങേരുടെ ഡാറ്റ മുഴുവൻ തെറ്റായിരുന്നു. അതിന് മുമ്പ് BJPക്കാരെല്ലാം പറഞ്ഞതാണ്. ഈ മഹാദേവ്പുര ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിങ്ങൾ എന്താ 4 ഇടത്ത് BJP ജയിച്ചു, 4 ഇടത്ത് കോൺഗ്രസ് ജയിച്ചു, ഇതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞത് 7 സ്ഥലത്തും കോൺഗ്രസ് ജയിച്ചു, 1 സ്ഥലത്ത് മാത്രമേ BJP ജയിച്ചുള്ളൂ, 1 സ്ഥലത്തെ ഭൂരിപക്ഷം കൊണ്ട് എങ്ങനെ ജയിക്കും? ഇങ്ങനെയൊക്കെയാണ് അങ്ങേരുടെ ലോജിക്ക്. 1 സ്ഥലത്തെ ഭൂരിപക്ഷം കൊണ്ട് ആളുകൾക്ക് ജയിക്കാം, അങ്ങനെ ജയിച്ചിട്ടുണ്ട്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മളുടെ ശബരിമല പ്രശ്നത്തിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് 19 സ്ഥലത്തും UDF ജയിച്ചു, 1 സ്ഥലത്ത് LDF ജയിച്ചു. അത് AM ആരിഫാണ്, ആലപ്പുഴ നിയോജകമണ്ഡലം. അവിടെ ഇത് തന്നെയാണ് സംഭവിച്ചത്. ആ നിയോജകമണ്ഡലത്തിൽ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ 6ലും ആരിഫ് പുറകിലായിരുന്നു. 7ാമത്തത് ചേർത്തല എണ്ണിക്കഴിഞ്ഞപ്പോൾ ആരിഫ് മുമ്പിലെത്തി ജയിച്ചു. ഇതിലെന്താ അത്ഭുതം? ഇതിങ്ങനെ സംഭവിക്കാറുണ്ട്. കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു പ്രത്യേക പാർട്ടിയുടെ വോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലോക്കൽ ഇഷ്യൂസോ സംഗതിയോ കൊണ്ട് കോൺസെൻട്രേറ്റഡ് ആകും, അവിടം കൊണ്ട് അയാൾ ജയിക്കും. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം 10,000-ന് തോക്കുമ്പോൾ ഇവിടെ 20,000 ജയിക്കും. അപ്പോൾ ഫലത്തിൽ 10,000 വോട്ടിന് ജയിച്ചു. ഇത് രാഹുൽ ഗാന്ധി ഇതൊന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഒന്നാമത് ഒരു കാര്യവും രാഹുൽ ഗാന്ധി മനസ്സിലാക്കില്ല. ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നരേറ്റീവ്, അത് ഇത് കിട്ടിക്കഴിയുമ്പോൾ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് ചാടും. സാമാന്യ ബുദ്ധിക്ക് ആലോചിക്കില്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചേട്ടാ ഇത്രയും നാളായിട്ട് കോൺഗ്രസ്സിന് ഭരണം കിട്ടാത്തത് എന്താ? രാഹുൽ ഗാന്ധിയുടെ തുടക്കം ഓർമ്മയുണ്ടല്ല, ആൻറ്റി ഇൻകംബൻസി BJPക്ക് ബാധകമാകുന്നില്ല. എന്താ കാര്യം? 3 തവണയായി ഈ നരേന്ദ്രമോദി ജയിച്ചു വരുന്നു. അതെങ്ങനെ 3 തവണ ഒരാൾക്ക് ജയിക്കാൻ പറ്റും? ഒരു തവണ ജയിച്ചു, സമ്മതിച്ചു, അടുത്ത തവണ ഭരണം പോകണ്ടേ, എനിക്ക് കിട്ടണ്ടേ? എന്താ കിട്ടാത്തത്? ഇത് പോട്ടെ, ഒപ്പീനിയൻ പോൾ, എക്സിറ്റ് പോൾ എല്ലാം കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്നു, BJP ഫലം വരുമ്പോൾ BJP ജയിക്കുന്നു. അതെന്ത് പരിപാടി? ഹരിയാനയിൽ എല്ലാവരും പറഞ്ഞു BJP തോക്കുമെന്ന് പറഞ്ഞു, അവർ ജയിച്ചു. ഇതെങ്ങനെ ശരിയാകും? എന്താ ഇതിൻ്റെ മാജിക്ക്? ഇങ്ങനെയുള്ള ചോദ്യം.